മുന്തിരി വൈൻ റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ തലേന്ന് പിന്നെ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. അന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലേ? അന്ന് ഞാൻ വൈൻ ഇടുന്ന വീഡിയോ. അപ്പം ഫൈനലി ഇത് ഇത്ര ദിവസമായി, ഇപ്പം 10-17 ദിവസമായി. നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഞാനും സതീഷ് ചേട്ടനും ചേച്ചിയും കൂടെ വൈന് എടുക്കാൻ പോവാണേ. അപ്പം അന്ന് നമ്മൾ 2 കുപ്പി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബോട്ടിലിൻ്റെ കൂടെ വൈന് ഒഴിക്കാനുള്ള. അപ്പം സതീഷ് ചേട്ടനോട് പറഞ്ഞ് പതുക്കെ ഓപ്പൺ ആക്കണമെന്ന്. നല്ല ഗ്യാസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പതുക്കെ ഓപ്പണാക്കി 2 പാത്രത്തിലായിട്ട് അരിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യം ഒരു വലിയ അരിപ്പയുണ്ട്, അപ്പോൾ അതിൽ കുറച്ച് അരിച്ചെടുത്തിട്ട് എന്നിട്ട് ചെറിയ അരിപ്പയിൽ പിന്നെ രണ്ടാമതൊന്നുകൂടെ അരിച്ചിട്ട് ബോട്ടിലാക്കാനാണ് ഇപ്പോൾ പ്ലാൻ. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ചേച്ചി സൈഷനുണ്ട്. ഞാനാ വീഡിയോ എടുക്കുന്നത്. നല്ല കളറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഭയങ്കര ഇതായിരുന്നു എങ്ങനെ ആവും, ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. എന്തായാലും ഞങ്ങൾ അരിച്ചെടുത്തു 2 ബോട്ടിലും. പിന്നെ ഒരു ചെറിയൊരു കുപ്പിയുടെ ഒരു പാത്രം ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൂടെ ഹാഫ്. അപ്പം അത് 2.5 കുപ്പി കിട്ടി നമുക്ക്. ടോട്ടൽ 2 കിലോ അന്ന് ഇട്ടത്. 2 കിലോ മുന്തിരി വൈനാണ് ഇട്ടത്. ഇപ്പോൾ ഒരു 17 ദിവസം ആയല്ലോ. അപ്പോൾ ഞങ്ങൾ ചോർപ്പൊക്കെ വെച്ച് അതിലോട്ട് പകർത്തി ഒഴിക്കും ആദ്യത്തെ കുപ്പിയിൽ. അത് പിന്നെ രണ്ടാമത് ഒഴിച്ച് വെച്ചു. അന്നത്തെ എൻ്റെ മുന്തിരി വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ കാണണമെങ്കിൽ അന്ന് ഇതിനു മുമ്പ് ഞാൻ ഇട്ട വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പം അത് കണ്ടവരത് കാണുക. അങ്ങനെ മുന്തിരി വൈൻ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസിന് റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ബോട്ടിൽ നിറയ്ക്കുവാണ്. നല്ല ആദ്യം ഞാൻ ചാമ്പയ്ക്ക വൈൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഇട്ടു. അപ്പോൾ ഈ മുന്തിരി വൈൻ ആദ്യമായിട്ട് ഇടുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ആദ്യം ഞാൻ സൈഷേട്ടനോട് പറഞ്ഞ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന്. അപ്പോൾ സൈഷേട്ടനാണ് ആദ്യത്തെ ക്ലാസ് കൊടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ക്രിസ്മസിൻ്റെ തലേന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു. പിന്നെ വൈനൊക്കെ മിക്കവരും ഇപ്പം വീട്ടിലൊക്കെ ഉണ്ടാക്കുവാണല്ലോ. അപ്പോൾ സൈഷേട്ടൻ കുടിച്ചിട്ട് അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.